എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പൊക്കോണ്ടിരിക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയയുടെ ഒരു റീജിയണൽ ഏരിയ ആയ കൂൺ എന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല് എൻ്റെ സ്കൂളിലെ ഫ്രണ്ടാണ് റിൻഡ. അപ്പൊ റിൻഡ ഉണ്ട്, ജസ്റ്റിനുണ്ട്, പിന്നെ അച്ചാച്ചനും ഉണ്ട്. അപ്പൊ എന്നെ കാര്യം എന്ന് വെച്ചാല് റിൻഡ UK-ന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്, നേഴ്സാണ്. മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അവള് ചൂസ് ചെയ്തത് റീജിയണൽ സൗത്ത് ഓസ്ട്രേലിയ ആണ്. അപ്പൊ റീജിയണൽ സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലമാണ് കോൺ. അപ്പൊ നമ്മള് കോണിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ പോകുന്ന വഴിയും ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അവൾ അങ്ങനെ ചൂസ് ചെയ്യാൻ കാരണം റീജിയണൽ UK-ന്ന് ആണ് അവള് വന്നത്, അല്ലേ റിൻഡ? റീജിയണൽ UK മച്ച് ബെറ്റർ ആയിരുന്നു. പക്ഷെ അവള് അതുപോലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് റീജിയണൽ സൗത്ത് ഓസ്ട്രേലിയ ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു റീജിയണൽ വിക്ടോറിയ ഒക്കെ ബെറ്ററാ. പക്ഷെങ്കിൽ ഇവിടെ റീജിയണൽ സൗത്ത് ഓസ്ട്രേലിയയിൽ ഇപ്പൊ ഇവള് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോർട്ട് അഗസ്റ്റ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ വരെ ഉള്ളു പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പൊ ബസ്സിന് പോയാലും പോർട്ട് അഗസ്റ്റ വരെ അവർക്ക് അഡ്ലൈഡിൽ നിന്ന്, അതായത് മെയിൻ സിറ്റിയിൽ നിന്ന് ഉണ്ട്. ഇതൊരു ഓൾമോസ്റ്റ് സിറ്റിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ 4 hours ഡ്രൈവ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3.5 hours ഉണ്ട്. അന്നേരം റിൻഡയ്ക്ക് പോവുകയാണെങ്കിലും ബസ് പോർട്ട് അഗസ്റ്റ വരെയാണ്. പോർട്ട് അഗസ്റ്റയിൽ നിന്ന് പിന്നെ ഒരു 30 minutes അവർക്ക് അല്ലാതെ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ല. അപ്പൊ ആരെങ്കിലും പിക്ക് ചെയ്യുവോ അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് അവര് അവിടെ താമസിക്കണേ. കോണെന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ഏരിയ ആണ്. റിൻഡ പറയുമായിരുന്നു ലൈക്ക് ഓൾമോസ്റ്റ് 1000 ആൾക്കാരെ അവിടെ പോപ്പുലേഷൻ ഉള്ളൂ എന്ന് റിൻഡ പറയുമായിരുന്നു. അപ്പൊ അവിടെ മെയിൻ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ, അതിലാണ് അവൾ വർക്ക് ചെയ്യണത്. അപ്പം അങ്ങനെ എല്ലാം കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര കുറവാണെന്ന് ഇവൾ പറയുമായിരുന്നു. പക്ഷെങ്കിൽ സേവ് ചെയ്യാനും അല്ലേ റിൻഡ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ നമുക്ക് അവളോട് ചോദിച്ചു നോക്കാം ലൈക്ക് എന്തൊക്കെയാ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ തോന്നിയെന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഞാൻ കാണിച്ചു. സോ 3 hours 20 minutes, അതായത് 312 kilometer ആണ് നമുക്കുള്ളത്. വെറും 277 kilometer സ്ട്രെയിറ്റ് പോയിട്ട് ഒരു ചെറിയ വളവെടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഒരു ബാക്കി കുറച്ച് കിലോമീറ്റർ ഉണ്ട്, 311 ടോട്ടൽ. നമ്മളിപ്പോ സിറ്റിന്ന് വെറും എത്ര മിനിറ്റ് മാറി കാണും, ഒരു 40-45 minutes മാറി കാണും. അപ്പൊ തന്നെ അതേ പട്ടിക്കാടിന്റെ ഒരു ഫീല് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതാണ് സൗത്ത് ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത. പക്ഷെ ഇവിടെ കുറെ അഗ്രികൾച്ചർ, പിന്നെ വൈനറീസ്, അങ്ങനത്തെ കുറെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അഡ്ലെയ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. ഇപ്പാണ് കുറെ യങ് ആയിട്ടുള്ളവരും പിന്നെ വർക്ക് റിലേറ്റഡും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇവിടെ കുറച്ചുകൂടെ പോപ്പുലേഷൻ കൂടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ വിസയുടെ നമ്പേഴ്സ് ഒക്കെ ഇവിടത്തേക്കുള്ളത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. കുറെ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഇവരുടെ അഡ്ലെയ്ഡിലേക്ക് ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് കുറച്ചുകൂടെ എന്താ പറയുക മൈഗ്രേഷൻ ഇങ്ങോട്ടേക്ക് എന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടെ അടിപൊളി 2 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ലൈക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയ, യൂണിവേഴ്സിറ്റി ഓഫ് അഡ്ലെയ്ഡ്, പിന്നെ ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറച്ച് നല്ല വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം അങ്ങനെ പണ്ട് തൊട്ടേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ മെൽബണും സിഡ്നിയും ഒക്കെ ആണല്ലോ ഫേമസ്. അപ്പൊ ആൾക്കാർ എപ്പോഴും അങ്ങനെയുള്ള ഏരിയസിലേക്കായിരുന്നു പണ്ട് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ കണ്ടോ അവിടെ ഒരു ഹൗസിങ്ങിന്റെ ഒരു ഡെവലപ്മെന്റ്. ഇതിപ്പോ എത്ര മിനിറ്റ്, ലൈക്ക് 45 minutes ആയിട്ടുള്ളൂ സിറ്റി എന്ന് പറയുവാണെങ്കിൽ. അപ്പൊ തന്നെ ലൈക്ക് ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഏരിയാസ്. അപ്പൊ ഇവിടോട്ടേക്ക് ഇപ്പം ഇങ്ങനത്തെ ഹൗസിങ് ഡെവലപ്മെന്റ്സ് വന്നു തുടങ്ങി. അങ്ങനെ അത്രയും ഏരിയാസിൽ ഫുള്ള് കണ്ടോ വീടുകള് ഒരേപോലത്തെ അങ്ങനെ പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഇവിടോട്ടൊക്കെ ഒത്തിരി പേര് ഇപ്പൊ താമസിക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് വീട് ഇപ്പം അങ്ങനെ കിട്ടാനില്ല നല്ലത്. അപ്പൊ ഇങ്ങോട്ടേക്ക് ആൾക്കാർ മാറുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങോട്ടേക്കാണെങ്കിൽ അതെ നല്ല വലിയ വീടുകൾ ഇങ്ങോട്ടേക്കാണെങ്കിൽ മേടിക്കാൻ പറ്റും. സോ നമ്മളൊരു ചെറിയ ടൗണിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും നേരം സഞ്ചരിച്ച്, അതായത് ഒരു ഓൾമോസ്റ്റ് 50 kilometer അല്ലെ, 87 kilometer കഴിഞ്ഞപ്പോഴാണ് കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ വന്നു. കുറെ പമ്പുകളും, മെയിൻ സാധനങ്ങളായിട്ടൊന്നും പറയാനില്ല, പമ്പുകളുണ്ട്. അത്യാവശ്യം സബ്വേയും OTR എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പോർട്ട് വേക്ക്ഫീൽഡിലെത്തി. OTR എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പെട്രോൾ ഓൺ ദ റൺ 24 hours പെട്രോൾ പമ്പ്. അതെ, അതിന്റെ പരസ്യം പറയുന്നുണ്ട്, പറഞ്ഞോളൂ.
അല്ല എനിക്ക് മറ്റേ ഇത് കിട്ടിയിട്ടില്ല അവിടെ പറയുന്നത്. ഓക്കെ, സോ വീണ്ടും സ്പീഡ് ലിമിറ്റ് ചേഞ്ച് ചെയ്തു, 80 ആയി. നിങ്ങൾ ടൗണിലോട്ട് എൻ്റർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇത്ര നേരം 110 പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടൗണിലോട്ട് ഏതെങ്കിലും ടൗണിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡ് സോൺ വീണ്ടും കുറഞ്ഞിട്ട് 50 ആവും. ആ ടൗൺ ലിമിറ്റ് കഴിയുമ്പോൾ വീണ്ടും 110 മാറി നമ്മൾ വീണ്ടും 110 സോണിൽ കയറി. കുതിരോട്ട മത്സരം ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ? ബെറ്റിംഗ് ഇവിടെ ഭയങ്കരമാണ്. ഭയങ്കര ബെറ്റിംഗിന്റെ ഏരിയ. ഈ ഒരു ഏരിയ കാണാൻ അടിപൊളിയാണ്. സോ നമ്മളൊരു ചെറിയ സ്റ്റോപ്പ് എടുക്കാൻ പോവാണ്. നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന റൂട്ടിലും ഒരു പിങ്ക് ലേക്ക് ഉണ്ട്. അന്നേരം പിങ്ക് ലേക്കിന്റെ അടുത്തോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 5 minutes ഉണ്ട്. അത് എന്തുകൊണ്ടാണ് പിങ്ക് കളറിൽ വരുന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു ആൽഗയോ അതിൻ്റെ അകത്ത് ആ വെള്ളത്തിൽ പ്രസന്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്യണത്. ആ പിങ്ക് പോലെ തന്നെ ബ്ലൂ കളറിലും ഭയങ്കര ബ്ലൂ കളറിലും ഉള്ള ലേക്സ് ഉണ്ട്. നമ്മളിപ്പോ പിങ്ക് ലേക്കിന്റെ ലുക്ക് ഔട്ടിലോട്ട് പോണേ. പക്ഷെ സാധാരണ വിന്ററിൽ അങ്ങനെ അത് വെള്ളം അത്ര പിങ്കായിട്ട് കാണില്ലെന്നാണ് തോന്നണത്. പക്ഷെ നമ്മൾ ഏതായാലും ചുമ്മാ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് കരുതിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കാണിച്ചു തരാം എങ്ങനെ വിന്ററിൽ അതിരിക്കണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് ഇതാണ് പിങ്ക് ലേക്ക്. അത്ര പിങ്ക് ആയിട്ട് കാണുന്നില്ലല്ലേ? എനിക്ക് അത്ര പിങ്ക്, പക്ഷെ ഇതിലും പിങ്ക് കളറായിട്ട് നിൽക്കും. എന്റെ ക്യാമറമാൻ ഇസ് ബാക്ക്. അതുകൊണ്ട് നമ്മളിപ്പം കുറച്ച് നല്ല വീഡിയോസ് എടുത്തത്. നാട്ടിലെ വഴി പോലത്തെ വഴി. നമ്മൾ പിങ്ക് ലേക്കിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതൊരു പിങ്ക് ലേക്കിനോട് കൈ പറഞ്ഞു പോവാണ്. സോ നമ്മളിപ്പം പാതി വഴിയോളം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 hour 30 minutes കൂടെ ഉള്ളൂ. നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോവാണ്. ഓൾറെഡി 2 മണിയായി. ലഞ്ച് കഴിക്കാൻ പോവാണ്. നമ്മളൊരു ചെറിയ റെസ്റ്റ് ഏരിയ കിട്ടി. അപ്പൊ അവിടെ റെസ്റ്റ് ഏരിയയിൽ കഴിച്ചിട്ട് ഇനി ബാക്കി ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ബേസിൽ മാത്യു സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ്. പൊളി പാക്കിംഗ് ആണ്. യെസ്, കൊള്ളാം. ചൂടൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഒന്ന് തുറന്ന് കാണിച്ച അച്ഛന്റെ സാൻഡ്വിച്ച്. ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ ഷ്നിറ്റ്സൽ സാൻഡ്വിച്ച്. എന്തൊക്കെ ലെയർ ഉണ്ട് അച്ഛൻ ഒന്ന് കാണിച്ചേ. ഒരു വെജി ലെയർ, ചിക്കൻ വിത്ത് ചീസ് ആൻഡ് അവക്കാഡോ. എന്നിട്ട് കഴിച്ചിട്ട് അതിന്റെ നമ്മള് കട്ടൻ കാപ്പി കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞു അത്ര മതി, അത്ര മതി. എങ്ങനെയുണ്ട് റിൻഡ സാൻഡ്വിച്ച്? സൂപ്പറാണോ? ബേസിൽ മാത്യുവിനെ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യാം. ആക്ച്വലി കുറച്ച് ഡ്രൈ ആയിട്ട് ഇത്ര ദിവസം നേരെ ഇരുന്നിട്ട് അറിയും. കുറച്ചുകൂടി ജ്യൂസി ആയിരുന്ന അടിപൊളിയാണ്. അയ്യോ കാണുന്നില്ലല്ലോ, ഒരു ട്രെയിൻ പോകുന്നു. ഗുഡ്സ് ട്രെയിൻ ആണ്. ഇവർക്ക് ഈ സമയത്ത് സാധാ ട്രെയിൻ ഇട്ടിരുന്നെങ്കിൽ. അവിടെ കണ്ട ട്രെയിൻ ഇവിടെ എത്തിയതേ ഉള്ളൂ. നമ്മള് അവിടെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. എന്നിട്ട് കുറെ ഇങ്ങനെ ദൂരം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നത് അവനിവിടെ എത്തിയിട്ടേ ഉള്ളൂ. അവനാണിവൻ, ഇവൻ തന്നെ അവൻ. കൊറേ ലോഡുണ്ടെന്ന് തോന്നുന്നു. കൊറേ ബാക്കിലേക്കുണ്ട്.
ഇവിടെ ഒരു റെയിൽവേ ലൈൻ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ഓൾഡ് ട്രെയിനാ. അത് ഏത് ഇയറിലെ? 1870s മറ്റേ കോളും കൊണ്ടുള്ള അല്ലേ, കൽക്കരിയുടെ മറ്റേ ട്രെയിന്, മറ്റേ ഇങ്ങനെ പുകയൊക്കെ വരുന്ന ട്രെയിൻ. ആ വഴി പോണാണ് അതിന്റെ റൂട്ട്. ഇന്നില്ലെന്ന് തോന്നുന്നു, അടുത്ത വീക്കൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഒരു പാത്ത് ഇവിടെ ഉണ്ട്. അതെ, അതൊരു ഫേമസ് ടൂറിസ്റ്റ് സംഭവമാണ് ഇവിടുത്തെ. റെയിൽവേ ലൈൻ അടുത്തെത്തി. ഈ മണ്ണിട്ട വഴി കൂടാണല്ലേ റെയിൽവേ. ഈശ്വര, അതായിരിക്കും ഇന്നില്ലാത്ത. ഇത് കണ്ടിട്ട് ഇന്ന് പോകാൻ പറ്റിയ റൂട്ടാന്ന് തോന്നുന്നില്ല. റോഡ് കിടക്കുന്ന മേളിൽ കൂടെ റെയിലും എന്റെ പൊന്നെ, ഈ മണ്ണിൽ കൂടെ ഒക്കെയാണോ പോണത്? ഓൾറെഡി ട്രെയിൻ ഓൾഡ്, പോകുന്ന വഴി ഓൾഡ്. ചെന്ന ഭാഗ്യം. സോ ഞങ്ങളിങ്ങനെ റിൻഡോയോട് പറയായിരുന്നു, ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേന് റിൻഡ ഇവിടുത്തെ വലിയ പ്രമാണിയായി മാറുമായിരിക്കും എന്ന്. കുറെ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഉണ്ട്, അവർക്ക് മിക്കവാറും എഴുതി കൊടുക്കുമായിരിക്കുമല്ല. അപ്പൊ അവള് പറയായിരുന്നു ഇവിടുത്തെ അതെ കോണിന്റെ നെക്സ്റ്റ് 30 പ്രഖ്യാപിക്കും റിൻഡേനെ. അപ്പം ഞങ്ങളിങ്ങനെ അവളിങ്ങനെ പറയുമായിരുന്നു, ഓൾറെഡി ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ മെൽബണും അങ്ങനത്തെ ബിസി ആയിട്ടുള്ള സിറ്റീസിൽ നിന്ന് അവര് പ്രായമായപ്പോൾ അവരിങ്ങോട്ടേക്ക് വന്ന് താമസിച്ചവരാണ് കൂടുതൽ പേരുന്ന്. ഇത് നല്ല രസമുണ്ട് ബാക്ക് കാണാൻ. എന്നിട്ട് എന്തായിരുന്നു ഇവളെന്തോ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് സെറ്റിൽ ആവും. ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നവരാണ്. അന്നേരം ഇവർക്ക് എന്താ വലിയ വീടുകളും ഇവിടെ വലിയ വീടും ഒരുപാട് സ്ഥലവും കുതിരകളും അതൊക്കെയാണ് പിന്നെ അവരുടെ ജീവിതം. അതൊക്കെയാണ് അവരുടെ എന്റർടൈൻമെന്റ് എന്ന്. ഒരു കഥ പറയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻട്രസ്റ്റിംഗ് കഥ എടുത്തേക്കാന്ന് വിചാരിച്ചു. എന്റെ പറയുക, ഡോക്ടറിനെ പറ്റി പറയുക. പറഞ്ഞു. അപ്പം ഈ 1200 പേർക്ക് കിട്ടുന്ന ചികിത്സ ഈ കോൺ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടർ ടോണി ആയിരുന്നു. വർഷങ്ങളായിട്ട് ഡോക്ടർ ടോണി ആയിരുന്നു അവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പുള്ളി റിട്ടയർമെന്റ് ആയി. പുള്ളി എന്നാലും ഇടയ്ക്ക് ഞങ്ങക്ക് വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പുള്ളി കുതിരപ്പുറത്താണ് വരുന്നത്. നല്ല വെറൈറ്റി സെറ്റപ്പ് അല്ലേ ഡോക്ടർ കുതിരയിലൊക്കെ വരും. അപ്പച്ചന് എത്ര വയസ്സ് കാണും? ഒരു 80 ഒക്കെ ഉണ്ടാവും. അത്രേ ഉള്ളോ? ഇവിടുത്തെ ഒരു മിനിമം ഒരു 100 ഒക്കെയാണ് അവരുടെ പ്രായം. എന്നാലും ഇവരുടെ ലൈഫ് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇവർക്ക് പക്ഷെ പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ കോൺ ഹോസ്പിറ്റലില് ഹെൽത്ത് സർവീസിൽ ഇങ്ങനെ ഹെൽത്ത് തുടങ്ങിയത് തന്നെ. കാരണം പുള്ളി ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. 30 years സംതിങ് ആയതേ ഉള്ളൂ അവളുടെ ഈ ഹോസ്പിറ്റല്. അപ്പച്ചന്റെ ഇനിഷ്യേറ്റീവ് ആണെന്ന്. കൊള്ളാം. എത്തിയിരിക്കുകയാണ്. ഒരു ട്രെയിനിന്റെ സെറ്റപ്പിലാണ് എഴുതിയേക്കണം. ഇതുപോലെ ആയിരുന്നു വന്നിട്ടുള്ള സ്ഥലങ്ങളില്. എല്ലാവർക്കും നേഴ്സ് റിൻഡനെ അറിയാം. ഡോക്ടർ ടോണി കഴിഞ്ഞാൽ പിന്നെ നേഴ്സ് റിൻഡ. ഡോക്ടർ ടോണി ഒരു കുതിരനെ മേടിക്കും. നേഴ്സ് റിൻഡ എന്ത് മേടിക്കുന്ന കുറച്ചു നാള് കഴിയുമ്പോ റിൻഡ വരും. ഒരു മോട്ടലുണ്ട് ഇവിടെ. നാളെ എന്നിട്ട് ഡബിൾ സ്പീക്കർ കണ്ടിട്ട് ഓറഞ്ച് ഗോർജും പോയിട്ട് പ്രലോഭിപ്പിക്കരുത്. ഞങ്ങളുടെ ആകെയുള്ള പാർക്ക്, അവരുടെ ആകെയുള്ള പാർക്ക്. പക്ഷെ കുഴപ്പമില്ലാടി, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെ. ഏതാ സിനിമയില്ല നമ്മുടെ അതിനകത്ത് കൊല്ലനഹള്ളി ഗ്രാമമുണ്ട്. അതുപോലെ പിച്ചിറിച്ചി റെയിൽവേ വർക്ക്ഷോപ്പ് മ്യൂസിയം മെഡിക്കൽ പ്രാക്ടീസ്. ഇതാണോ നിന്റെ മെഡിക്കൽ സെന്റർ? ഞാനിപ്പോ ഇതിനകത്തിട്ട് പോണ്. അതല്ല ഗൂഗിളിൽ ഇട്ടിരിക്കുന്നത്. ആണോ? അപ്പൊ നീ ഐജ പോണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയായിരുന്നു. അയ്യോ, എന്നാ തിരിച്ചു പോവാം. അല്ലെ ഡ്രോപ്പ് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുന്നതാണ് ഞങ്ങളുടെ യൂണിറ്റ്സ്. ഇതോ? ഇത് ഈ 1 2 3 ഇട്ടേക്കുന്ന കണ്ടില്ലേ? ഇതാണ് റിൻഡയുടെ വീട്. അതോടെ ഇരിക്കും. അപ്പൊ
പുതിയതായിട്ട് ആരാണ്ട് വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ കിടക്കുന്നു. ഞാൻ അറിയാത്താരോ. ഇതിനകത്ത് 4 പേരാണ് താമസിക്കുന്നത്. ഇത് നമ്മുടെ റിൻഡയുടെ ഹോസ്പിറ്റലാണ്. നല്ല രസം. അവളുടെ വീട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ നടക്കാനേ ഉള്ളൂ. നല്ല ഏരിയ കേട്ടോ. ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തോന്നും. എല്ലാവരും കൈപ്പൊക്കി കാണിക്കും. കുറേ അപ്പച്ചന്മാരെയൊക്കെ നമ്മൾ കണ്ടേ. എനിക്കിഷ്ടപ്പെട്ടു. അതെ, ലിഫ്റ്റ് വേണോന്ന് ചോദിക്കും, ഹായ് പറയും. എന്തോ കൊള്ളാം സ്ഥലം. റിട്ടയർമെന്റിൽ ഇവിടെ വന്ന് താമസിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കൊള്ളാം. ആലോചിക്കേണ്ടിയിരിക്കണം. ഞാൻ റിട്ടയർമെന്റ് ആകുമ്പോൾ മെൽബൺ പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പം കോണിത്തിന് രണ്ടേന്ന് തരുമെന്നാ തോന്നണേ. കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലം. ഇവർ ഈ വീട് മേടിക്കുമെന്നാ പറയണേ. പക്ഷെ മുമ്പ് ഒരു സെയിൻ വ്യൂ ഉണ്ടായിരുന്നു. എന്ത് രസമല്ലേ. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് ഈ ഒരു സെറ്റപ്പ്. പക്ഷെ ഇതല്ല കേട്ടോ, നമുക്ക് പ്രാവാ. ഇത് വേറൊരു ടൈപ്പ് കിളിയ. നമ്മളുടെ റൂമിൻ്റെ വെളിയിലുള്ള വ്യൂ ഉണ്ടോ. കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ മല കാണാം. ഈ കിളി ഭയങ്കര ശല്യം കേട്ടോ. മുമ്പ് ഞാൻ പറഞ്ഞ നല്ല കിളിയാണ്, പക്ഷെ ഭയങ്കര ചിലപ്പാ നിൽക്കുന്നില്ല എന്നെ പോലെ. ആ, അത് നമ്മൾ റിൻഡയുടെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. റിൻഡയ്ക്ക് ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ അങ്ങോട്ടേക്ക് വരണം. അഡ്ലേഡിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ വരുവോള്. സോ നമ്മൾ കോണിൽ ഐജിയിലെത്തി. നോക്കിയപ്പോൾ ഒരു ഓറഞ്ച് ട്രീയുടെ കൊള്ളാല്ലേ. നോക്കാം. ഇത് 7 to 8 PM 7 AM to 8 PM 7 days ഉണ്ട്. അതെ. സോ സ്റ്റോറിലെത്തി. ഭയങ്കര ചെറുതാട്ടോ. ഈ ഫുൾ കോണിൽ ഒരു ഗ്രോസറി സ്റ്റോറേ ഉള്ളൂ. അപ്പോൾ അതിലാണ് നമ്മൾ. ഉയ്യോ, 7:30. നമ്മുടെ അവിടെ 2:30യോ 2:30 അല്ലേ നമുക്ക്? 4. 4ൻ്റെ ഇരട്ടിയാണ്. എൻ്റെ സാധനം ഉണ്ട്, പക്ഷേ കുറച്ച് കത്തി റേറ്റാണ്. അതെ, വണ്ണനുള്ളി ഹോട്ടലിലേക്ക് നമ്മൾ പോവുകയാണ്. ലൈം ജ്യൂസാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് മറ്റേ ജിഞ്ചർ ബിയറാ, ആൽക്കഹോൾ ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ മാരിനാര ഫെറ്റുച്ചീനി മാരിനാര ആൻഡ് അതെന്തായിരുന്നു ചിക്കൻ ഷിറ്റ്സിലോ. രാത്രി വൈകിട്ട് 6 മണിയായതേ ഉള്ളൂ. അതാണ് ഈ കാണുന്ന ഇരുട്ട്. റിൻഡെ തിരിച്ചു വിടാൻ പോവാണ്. വിട്ടിട്ടിപ്പം നമ്മൾ പോകും. കുറച്ച് സാധനങ്ങളും കൂടെ അവളുടെ വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഈ സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതെ, നെക്സ്റ്റ് ടൈം നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ബൈ ബൈ റിൻഡ. സോ ഗൈസ്, നമ്മൾ റിൻഡനെയൊക്കെ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് 1 hour നമ്മൾ ഓൾറെഡി ഡ്രൈവ് ചെയ്തു. അപ്പോൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുക. ഓൾമോസ്റ്റ്